ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ മീനില്ലാത്ത ഒരു മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ അകത്തിച്ചീര ഉപയോഗിച്ച് ഒരു മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമ്മൾ മീൻ കറി വെക്കാനായിട്ടുള്ള പ്രധാന ഐറ്റം എന്ന് പറയുന്നത്, മീനില്ലാത്ത മീൻ കറി വെക്കാനായിട്ടുള്ള പ്രധാന ഐറ്റമാണ് ഇത് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന സാധനം, ഇതിന് പേര് അകത്തിച്ചീര എന്നാണ്. ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് തോരൻ ഉണ്ടാക്കുന്നത്. മെയിനായിട്ടുള്ള സാധനം ഇതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി, മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3-4 ചെറിയുള്ളി, ഒരു മീഡിയം സൈസ് തക്കാളി, കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ വെന്തയം, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. ഞാൻ കല്ലുപ്പാണ് കേട്ടോ കറി വയ്ക്കുന്നതിലെല്ലാം കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് പുളിവെള്ളവും വേണം, എണ്ണയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് കറി വെച്ചാലോ. ആദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടായിട്ട് വരട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് മഴ സമയമായതുകൊണ്ടേ അടുപ്പ് കത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ നമ്മൾ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് ഉലുവ ചേർത്താം. ഏകദേശം ഒരു 1/2 സ്പൂണ് ഉലുവ ചേർത്താം. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 സ്പൂണ് ഉലുവ ചേർത്താണ്. ഉലുവയും നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ചെറിയുള്ളി അരിഞ്ഞ് വെച്ച് ചേർക്കണം. ഞാനിതിൽ കറിവേപ്പില ചേർക്കുന്നില്ല കേട്ടോ. മൂന്ന് 4 ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിൻ്റെയും പച്ചമണം ഒന്ന് നല്ലതുപോലെ മാറണം. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലതുപോലെ ഉടയണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ചേർത്താണ്. ഞാനിതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ, 2 ഇല്ല കേട്ടോ, ഒരു 1.5 സ്പൂൺ മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ടാൽ മതി. ഇവിടെ ഒരു അത്യാവശ്യം എരിവ് വേണം കേട്ടോ. ഞാനതുകൊണ്ട് 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. തേങ്ങ ചേർക്കുന്നത് കൊണ്ട് 1 സ്പൂൺ മതിയാവും. ഇനി ഒരല്പം ഉപ്പ്, കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഉപ്പ് ഇതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കണേ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴില്ലേ മുളക് പൊടിൻ്റെ ആ ഒരു ഒരു പച്ചമണം അതൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് കരിയാൻ പാടില്ല. അപ്പോൾ ഇനി ഇതിലോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അതൊന്ന് നല്ലതുപോലെ തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ചീര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അകത്തി ചീര എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. എൻ്റെ കുഞ്ഞ് ചട്ടി ആയതുകൊണ്ട് ഞാൻ കൈകൊണ്ട് വാരിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരു തിള വന്നാൽ മതിയാവും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത്. അടച്ച് വയ്ക്കാം. മഴക്കാലമായതുകൊണ്ട് വിറക് ഇന്ന് കത്തി പിടിക്കാൻ ഭയങ്കര പാടാണേ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം ചീര നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ആക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക. അധികം സമയമൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണേ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് സംഭവം റെഡി. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ മണമൊക്കെ വരുന്നുണ്ട്. നല്ല കൊതിപ്പിക്കണം മണമാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ. അപ്പോൾ നമ്മുടെ മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അകത്ത് ചീര ഉപയോഗിച്ച് വെച്ച മീൻ കറി നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഉള്ള വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. രാവിലെ എണീറ്റ് മക്കൾക്ക് സ്കൂളിൽ പോണ സമയത്ത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റിയ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊന്ന് നോക്കിയാലോ. നല്ല ചൂടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മീൻകറി മാറി നിൽക്കും സത്യം പറഞ്ഞാൽ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.